നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്ത്യയുടെ മിനി സ്കോട്ട്ലൻഡ് അറിയപ്പെടുന്ന കൂർഗിലേക്ക് ടൂർ പോവുകയാണ്. അപ്പോൾ ഇനി കൂർഗിൻ്റെ വിശേഷങ്ങളാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ 2 ദിവസത്തെ ടൂറിന് വേണ്ടിയിട്ടാണ് കൂർഗിലേക്ക് പോകുന്നത്. ഇന്ന് ശനിയാഴ്ച, ഇന്ന് രാത്രി അവിടെ സ്റ്റേ, പിന്നെ ഞായറാഴ്ച തലക്കാവേരിയും പോയിട്ട് തിരിച്ചു പോകും. ഇപ്പോൾ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ശ്രീകണ്ഠാപുരം, ഇരിക്കൂർ, ഇരിട്ടി, വിരാജ്പേട്ട ആ വഴിയാണ് പോകുന്നത്. ഗോൾഡൻ ടെമ്പിൾ, അങ്ങനെ അതിൻ്റെ സ്ഥലങ്ങളെല്ലാം കണ്ടിട്ട് ഇന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ തിരിച്ചു വരുന്നത് നമ്മൾ അപ്പുറത്തെ റൂട്ടിലേക്ക് വിടാം. പണത്തൂർ വഴി, മാവങ്കാല് വഴി തിരിച്ചിങ്ങോട്ട് വരും. നമുക്ക് 2 വഴി പോവാം. അപ്പോൾ ആദരത നല്ല രാവിലെ എണീറ്റ് ടിപ്പായി നിൽക്കുന്നുണ്ട്. ബ്ലോഗർ സപ്പോർട്ടർ ആദ്യമുണ്ട്. മോനച്ചൻ പാൻ്റ് ഇട്ടത് മാറ്റി മുണ്ടെടുത്തു. അതെ, അപ്പം നമ്മളിന്ന് 2 ദിവസം യാത്ര പോകുന്നത് ഇതിലാണ്. വേഗണർ, നമ്മളെ വേഗണർ AC ഒക്കെ കുട്ടപ്പനാക്കിയിട്ടുണ്ട്, കൂളിങ് ചെയ്തിട്ടുണ്ട്. അമ്മനെ കൂടിയിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് നമ്മ അങ്ങനെ യാത്ര പുറപ്പെട്ടു. 7:30 പോവാറിഞ്ഞിട്ട് ഇപ്പൊ സമയം 8 മണിയായി. നമ്മളങ്ങനെ ഇപ്പം തളിപ്പറമ്പ് എത്താനായി. അച്ഛൻ സൈഡായി ഫോൺ നോക്കിയെന്ന്, സിന്ധു കാഴ്ചയും കണ്ടിരിക്കുന്നു. കേതു ആദ്യമേ ഉറങ്ങി യാത്രന്റെ വടിയില്. കേതു ഇത് ഉറങ്ങുന്നിട, കാലെല്ലാം കാറിന്റെ മുകളിൽ കയറ്റി വെച്ചിട്ടില്ലേ. നമ്മൾ ആദ്യം പോകുന്നത് ശ്രീകണ്ഠാപുരം മിൽമയിലേക്കാണ്. ആടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ യാത്ര കണ്ടിന്യൂ ചെയ്യും. ഇതാണ് കുപ്പം പാലം. അപ്പുറത്ത് പുതിയ പാലം വരുന്നുണ്ട്. ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് പുതിയ പാലം വരുന്നുണ്ട്. അങ്ങനെ കണ്ണൂര് ശ്രീകണ്ഠാപുരം മിൽമയിലെത്തി. എല്ലാവർക്കും ആരും ചായ കുടിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പില്ലുണ്ട്. ആദ്യം തന്നെ നമ്മൾ ക്യാൻറ്റീനിലേക്ക് വന്നിന്. നിഖിലേട്ടൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്, മിൽമേലി. അതുകൊണ്ടാണ് നമ്മൾ ഇവിടത്തേക്ക് തന്നെ ആദ്യം വന്നേ. പൊറോട്ടയും മുട്ടക്കറിയാണ് നമ്മൾ വാങ്ങിന്. ഏതിന് വീട്ടിൽ നിന്ന് നെയ്ച്ചോറ് ആക്കിയിട്ടെടുത്തിന് അത് കൊടുക്കുന്നുണ്ട്. നമ്മ അങ്ങനെ മിൽമേലി ചായ കുടിച്ചിട്ടിപ്പം ഡയറീൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇതാണ് കണ്ണൂർ മിൽമ. സമയം ഇപ്പോൾ ഒരു 10:30 ആയിട്ടുണ്ടാവും. നമ്മ മിൽമേന്ന് ചായ കുടിച്ചിട്ട് മിൽമയിലൊന്ന് കറങ്ങി കണ്ടിട്ട് ഇപ്പൊ ഇറങ്ങിയത്. കേതുവിനെ നിന്ന് ക്ഷമയിട്ട് ഫുള്ള് കരച്ചിൽ തന്നെ. കേതുവിനെ ഉറക്കാനുള്ള ശ്രമത്തിലാണ് ഇട. നമ്മ നേരെ ഇടുന്ന് കൂർഗിലേക്കാണ്. ഇതാണ് കൂട്ടുപുഴ പാലം. ഈ വഴിയാണ് മൈസൂരൊക്കെ എല്ലാം പോകുന്നുണ്ട്, ബാംഗ്ലൂർ അതെല്ലാം ഈ പാലം കടന്നിട്ടാ പോകുന്നുണ്ട്. നമുക്ക് ഏകദേശം ഒരു 2.5 മണിക്കൂർ കഴിഞ്ഞാൽ ഡെസ്റ്റിനേഷനിലെത്തും. ആദ്യം നമ്മൾ പോകുന്നത് ഗോൾഡൻ ടെമ്പിളിലേക്കാണ്. കേരള കർണാടക ബോർഡർ നമ്മൾ അങ്ങനെ പാസ് ചെയ്തു. ഈ റോഡൊന്നും അത്ര പോരാ, നല്ലോണം കുലുങ്ങുന്നുണ്ട്. റോഡെല്ലാം കുലുങ്ങി നല്ല മോശം റോഡാണ്. നല്ലോണം പൊടിയും പറയുന്നുണ്ട്. വീഡിയോ ഒന്നും എടുക്കാനാവുന്നില്ല, ഫുള്ള് കുലുങ്ങി ഫുള്ള് ഷെയ്ക്കാവുന്നു. കൂട്ടുപുഴ കഴിഞ്ഞ് മാക്കൂട്ടം ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 2 കിലോമീറ്ററോളം നമ്മൾ മാക്കൂട്ടം ചുരം കയറി. വഴിയിലെല്ലാം നമ്മുടെ കുരങ്ങന്മാർക്ക് ഇഷ്ടമാതിരി ഉണ്ട്. വാഹനങ്ങൾ ഇഷ്ടംപോലെ വാഹനങ്ങൾ ഒന്നിച്ച് വരുന്നുണ്ട്. മെയിൻ ഹൈവേയിലേക്ക് പോകുന്നത്
മൈസൂർ ബാംഗ്ലൂർ എത്ര വണ്ടിയല്ലേ? മൈസൂർ ബാംഗ്ലൂരിൽ നിന്നുള്ള മെയിൻ ഹൈവേയിലെ കൂടെയുള്ള യാത്രയാണ്. കർണാടക RTCയുടെ വണ്ടി. കർണാടക RTCയുടെ വണ്ടിയായിട്ട് റോഡ് കുറച്ച് മോശമാണ്. എന്നാലും ഓവർടേക്ക് ചെയ്യുന്നത് ആരും വിട്ടുവീഴ്ച കാണിക്കുന്നില്ല. ആരെടുത്തിന് നീ എടുത്തിനാ? ഇപ്പൊ കേരളത്തിന്റെ റോഡുകളെ കുറ്റം പറഞ്ഞ് ഇതിപ്പോ കർണാടകത്തിൽ ഇതിന് റോഡ് മോശമാണ്. കേരളത്തിലാണ് ഇപ്പൊ നല്ല റോഡുകൾ കാണുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ വണ്ടി വരുന്നുണ്ടല്ലോ. ഇതിപ്പോ ശ്രീരാജ്പേട്ട ടൗണാണ്. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. നേരത്തെ ആൾക്കാർ സ്വെറ്ററൊക്കെ ഇട്ടിട്ടുണ്ടായിനി. ഇപ്പൊ മനസ്സിലായ നല്ല തണുത്ത കാറ്റടിക്കുന്നത്. നമ്മ ഗ്ലാസ് തുറന്നേരം നല്ല കാറ്റടിക്കുന്നുണ്ട്. നല്ല വ്യൂ ആണ് ഇവിടുത്തെ. ഏകദേശം ഇനി ഒരു 1 hour കൂടി വേണം നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്താൻ വേണ്ടിയിട്ട്. കേരളത്തിലെ റോഡുകൾ ആൾക്കാർ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോ നോക്കിയാൽ ഗോൾഡൻ ടെമ്പിളിലേക്കുള്ള വഴിയാണ്. കർണാടക റോഡാണ്. ഈ റോഡ് മൊത്തം പൊട്ടി പൊളിഞ്ഞിട്ടായില്ലത്. അപ്പം നമ്മളെ കുറ്റം പറയുന്ന ആൾക്കാർ ഇതിൽ കാണുന്നുണ്ട്. ഏതിപ്പോ ഇപ്പൊ നല്ല ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും നല്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കുള്ള വഴി വളരെ ദുർഘടം പിടിച്ചതാണ്. പക്ഷെ നല്ല വ്യൂ ആണ്. വ്യൂ ഉണ്ട്. ഓക്കെ, ഇരുവശങ്ങളും നല്ല ഭംഗിയുണ്ട്. പക്ഷെ നമ്മൾ പോകുന്ന റോഡ് വളരെ ദുർഘടം പിടിച്ചത് തന്നെയാണ്. അത് പറയാതിരിക്കാൻ കഴിയില്ല. കാണാൻ നല്ല സൗന്ദര്യമുള്ള സ്ഥലം തന്നെയാണ്. ഇവിടെ ഇത് പറയുമ്പോൾ കുറ്റം പറയുന്നതെന്ന് ധരിക്കണ്ട. എന്നാലും നമുക്കത് പറയാതിരിക്കാൻ കഴിയില്ല. നമ്മളിത് വരുന്ന സമയത്ത് നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റും. ചിലപ്പോൾ എൻ്റെ ശബ്ദം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും ബുദ്ധിമുട്ടുണ്ട് ഈ റോഡുകൾ. നല്ല മനോഹരമായ വീടുകളൊക്കെ ഉണ്ട്. ഇരുവശങ്ങളും റബ്ബർ കാപ്പി, ഏലം കൃഷി കൂടുതലായിട്ടുള്ള സ്ഥലമാണെന്ന് തോന്നുന്നത് കാണുമ്പോൾ. ആ ചെടികൾ കാണുമ്പോൾ വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ട്. സമയം ഉച്ച 1 മണി ആവാനായി. വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നല്ല ഒരു ഹോട്ടൽ എവിടെയാണ് എന്ന് നോക്കിയിട്ടുള്ളതാണ് ഇപ്പോഴത്തെ യാത്ര. എല്ലാവരും ക്ഷീണിച്ചിട്ടായില്ലേ. അവിടെ നമ്മുടെ വൈക്കൊരു സ്ഥലത്ത് കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാനുള്ള രീതിയിൽ ഡ്രൈവ് ചെയ്ത് ക്ഷീണത്തിൽ നിൽക്കുന്നത് കാണുന്നുണ്ട്. രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്ന് വിട്ടു. 9:30 മിൽമ. 10:30 കടന്നിട്ട. പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് നമ്മൊന്നും കഴിക്കാണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ പച്ചരി ചോറ് മാത്രമേ ഉള്ളൂ പറഞ്ഞു. പിന്നെ 2 കിലോമീറ്റർ അപ്പുറത്ത് നമുക്കിഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാൻ ഒരു ടൗൺ ഏരിയ എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടുന്ന് തിരിച്ച് കാറിലേക്ക് പോവേന്ന് ടൗണിലെത്തിച്ച് എന്തെങ്കിലും കഴിക്കാനുള്ള രീതിയിൽ ഇവിടുന്ന് ഇറങ്ങി. ഏത് വേണിച്ചിട്ട് ഫുൾ ആക്റ്റീവായി. ആ ചീത്ത വിളിക്കുന്നുണ്ട്. അച്ഛ വണ്ടി ഓടിക്കുന്നേ. ഇതാണ് കാവേരി റിവർ ക്രോസ് ചെയ്യുന്നു. കാവേരി തർക്കം നിലനിൽക്കുന്ന കേരള
ഹോട്ടലിൽ തേടി ഹോട്ടലൊന്നും കാണുന്നില്ല. എല്ലാവർക്കും വിശക്കലായി. സ്വാഭാവികം. നേരത്തെ പച്ചരി ചോറാടും തിന്നാനേ ഉണ്ടായിട്ടു. അമ്മ ഫൈനലി കോഫിയ റെസ്റ്റോറൻറ്റിലെത്തി. ഇനി ഫുഡേ കിട്ടി. അമ്മ ഫുഡ് കഴിക്കാൻ കയറി. കേതുവിന് സ്പെഷ്യൽ കഞ്ഞി വീട്ടിൽ നിന്ന് റെഡിയാക്കിയിട്ടെടുത്തിന് അമ്മ അത് കുടിക്കുന്നുണ്ട്. നല്ല ഉറക്കം കഴിഞ്ഞ് എണീച്ചുകൊണ്ട് നല്ല ആവേശത്തിലാണ് കേതു. ഫുള്ള് കളി തന്നെ. കേതുട്ടാ ചിരിയാ. നമ്മളൊരു പോട്ട് ബിരിയാണി മേടിച്ചിട്ടുണ്ട് 2 ആൾക്ക്. ആദ്യക്ക് ഒരു സിംഗിൾ ബിരിയാണിയും അച്ഛനും അമ്മയും ചോറ്. ഭക്ഷണം കഴിച്ചു. ബിരിയാണി കൊണ്ട് ദം ബിരിയാണി ആയിരുന്നു. കുഴപ്പമില്ല. ചോറും ഉണ്ടായിരുന്നു. 700 രൂപയായത്. എഴുതണ്ട. നമ്മളങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. ഗോൾഡൻ ടെമ്പിളിലേക്കാണ് ഇനി പോകുന്നത്. ഇനിയിപ്പോ ഇല്ല, 50 മിനിറ്റ് കൂടെ അല്ലോ, 49 മിനിറ്റ് അത്രയില്ലോ. എന്നാ ഗോൾഡൻ ടെമ്പിളിലെത്തും. 28 കിലോമീറ്റർ ഇടുന്നു. നല്ല വ്യൂ ആയതുകൊണ്ട് ബോറടിക്കൊന്നുമില്ല. എല്ലാം ആസ്വദിച്ച് പോകാൻ പറ്റും. ഇവിടുത്തെ റൈറ്റ് പോയാലും 16 കിലോമീറ്റർ പോയാലും ഗോൾഡൻ ടെമ്പിൾ. കുശാൽ നഗർ എന്ന് പറഞ്ഞാൽ ഒരു ടൗൺ അല്ലേ, 2 കിലോമീറ്റർ. സിമെന്റ് കൊണ്ടാക്കുന്നതാണ്. തിരക്ക് തുടങ്ങിയത്. ബ്ലോക്ക്, ഭയങ്കര ബ്ലോക്ക്. എന്തൊക്കെ ഇതൊക്കെ മെച്ചപ്പാടാക്കുന്നുണ്ട്. ഇനി ഇടുന്നൊരു 10 മിനിറ്റ് ഇല്ലും ഗോൾഡൻ ടെമ്പിളിലേക്ക്. സിഗ്നലൊന്നും ഇല്ല. ഒഴിവാക്കിയിട്ടില്ല. വൃദ്ധസന്യാസിമാരതാ, അവർക്ക് ഇതിനെ കറങ്ങണ്ടേ. വോയിസ് ഇതാ ടിബറ്റൻ ഫ്ലാഗ് കിട്ടും. മറ്റേ വണ്ടിയിലൊന്നും നോക്കല്ലേ. ഇതല്ല ഈ ടിബറ്റന്മാർ സ്ഥലം. ടിബറ്റൻ സന്യാസിമാർ സ്ഥലം. അങ്ങനെ നമ്മള് ഗോൾഡൻ ടെമ്പിളിലെത്തി. ഇതാണ് എൻട്രൻസ്. അങ്ങോട്ട് അങ്ങനെ നമ്മൾ ചരിത്രപ്രസിദ്ധമായ ഗോൾഡൻ ടെമ്പിളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കമാനം ഒരുപാട് വീഡിയോയിലും ഫോട്ടോസിലും കണ്ടു എന്നല്ലാണ്ട് നേരിട്ട് ആദ്യമായിട്ട് കാണുന്നത്.
ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റും. പക്ഷെ ഫോണല്ല ഇവിടെ അല്ല ഉള്ളിൽ. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഒരു ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. തണുപ്പൊന്ന് ഈ കൺസ്ട്രക്ഷൻ്റെ പ്രത്യേകതയാണെന്ന് തോന്നുന്നു. ഇടയ്ക്കൊരു ബുദ്ധനും പിന്നെ 2 സൈഡിൽ ആരൊക്കെയാണെന്നില്ല അറിയില്ല. ഈ പ്രതിമകൾ സ്വർണ്ണത്തിൽ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇതിനെ ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയപ്പെടുന്നത്. സ്വർണ്ണത്തിലല്ല, സ്വർണം പൂശിയത്. ഇതിൻ്റെ ഉള്ളിലൊരു പ്രത്യേക ഫീലുണ്ട്. ഭയങ്കര തണുപ്പാണ്, ഭയങ്കര സമാധാനമുള്ള സ്ഥലം. പക്ഷെ ആൾക്കാർ ഒച്ചപ്പാടുണ്ട്. നമ്മൾ ബോധോദയം വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കുന്നു. എല്ലാവരും ഇവിടെ ഇരിക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖമുണ്ട്. എല്ലാവരും സമാധാനത്തിന് വേണ്ടി ഇരിക്കുകയാണ് ആൾക്കാർ. ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ലൊരു രസമുണ്ട്. ബുദ്ധനെ പോലെ ബോധോദയം വരുമോ അറിയില്ല. ബുദ്ധനെ പിന്നൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. ചിന്തിക്കാനില്ലാത്തവർക്ക് ബോധോദയം വരുന്ന സ്ഥലം കാണും. ഭയങ്കര ചിത്രകല എന്തെല്ലോ ഉണ്ട് ഇടാം. അങ്ങനെ നമ്മൾ ഇവിടുന്ന് മെല്ലെ ഇറങ്ങാൻ പോവുകയാണ്. ഇനി ഒരു സ്ഥലത്തും കൂടി പോകണമെന്നുണ്ട്. ഇന്ന് ദുബാര എലിഫൻറ്റ് പാർക്ക്, അവിടെ 4:30ക്കാണ് ഓപ്പണിങ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ പൂജ നടക്കുന്നുണ്ട്. ഇത് മറ്റേ മറ്റേ സിനിമ പോലെ ഉണ്ട്. ഏതാ സിനിമ? ആ സിനിമ ബുദ്ധ സന്യാസം. യോധ സിനിമ അതേപോലെ ഉണ്ട്. സമയം ഇപ്പൊ 4:30 ആയിട്ടു. പക്ഷെ ഇവിടെ ഇപ്പൊ കണ്ട ഒരു സന്ധ്യ, നമ്മളെ നാട്ടിലെ സന്ധ്യ ആയ പോലെ ആയി. ഇരുട്ടാവലായി, തണുപ്പെല്ലാം വരാൻ തുടങ്ങി. നമ്മളിപ്പോ ദുബാര എലിഫന്റ് ആടാ വൈകുന്നേരം 4:30 to 5:30 വരെ ഇല്ലു. 4:30 കഴിഞ്ഞു. സമയം ഇപ്പൊ 4:40 ആയി. നമ്മ അവിടത്തേക്ക് ഓൺ ദ വേ ആണ്. ഇപ്പത്തും ഒരു 10 മിനിറ്റ് ഉള്ളിലെത്തും. നമ്മ 5:30 വരെ ഇല്ലു. നമ്മളങ്ങനെ ദുബാര എലിഫന്റ് ക്യാമ്പിലേക്ക് എത്തിയിട പാർക്കിങ്ങിന്റെ സ്ഥലത്തേക്ക് പോവേന് 5 മണിയായി. ഇപ്പം തന്നെ 5:30 ഇറങ്ങാനാവുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ എത്തി, ദുബാര എലിഫന്റ് ക്യാമ്പിലെത്തി. പക്ഷെ ഇവിടെ കണ്ട പാർക്കിങ്ങിന് പോലും ഇപ്പം സ്ഥലമില്ലാത്ത അവസ്ഥയാണ്. നല്ല തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് പോവാൻ നിൽക്കുകയാണ് നമ്മ. ഹോഴ്സ് റൈഡും ഉണ്ട് ഇവിടെ. പർച്ചേസിങ്ങിനാണെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. ദുബാര എലിഫന്റ് ക്യാമ്പിൻ്റെ ടിക്കറ്റിൻ്റെ കൗണ്ടറാണ്. ഇത്ര ദൂരത്തേക്കുണ്ട്. 4:30 മുതൽ 5:30 വരെ ഇല്ലു. അപ്പോൾ അതാണ് ഇത്രയും തിരക്കും തോന്നുന്നു. നമ്മൾ എലിഫന്റ് ക്യാമ്പിൻ്റെ അവിടെ എനിക്ക് നിരാശരായി അടങ്ങിയാണ്. ഇവിടെ നിന്ന് ക്യൂ പറഞ്ഞാൽ കുറേ ക്യൂ ഉണ്ട്. നമുക്ക് ഇന്ന് തീരുമില്ല കയറിയാൽ. അതുകൊണ്ട് ഇവിടെ നിന്ന് നമ്മൾ മടങ്ങി നിന്ന് ചോക്ലേറ്റ് വാങ്ങാന്ന് പറഞ്ഞ് ഇതിനകത്തൊരു ഷോപ്പിൽ കയറിയിട്ടുണ്ട്. അവരാടാ ചായ കുടിക്കാൻ കയറിയിട്ടുണ്ട്. ഞാനും ആദ്യം ചായ വേണ്ട, ഐസ്ക്രീം മതി പറഞ്ഞു. അപ്പൊ ആടെ ഐസ്ക്രീം ഇല്ല. അവിടെ ഐസ്ക്രീം ഉണ്ട്. ഐസ്ക്രീം വേണം. ഷാർജ കൊണ്ട് നമ്മ ഐസ്ക്രീമും തേടി നടക്കുകയാണ്. ദുബാര
അങ്ങ് അവിടെ ആ ആനയെല്ലാം കുളിച്ചിട്ട് കയറി പോകുന്നുണ്ടായിരുന്നു. ഇതാണ് ദുബാര. ഇവിടെ ഭയങ്കര തിരക്കാണ്. നമുക്കിപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കാരണം. അവിടെ ഇപ്പോൾ ഒരു ആന കുളിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ മറ്റേ റിവർ റാഫ്റ്റിങ്ങുകളുണ്ട്. ഇവിടെ ഒരാൾക്ക് സാറ്റർഡേ സൺഡേ 210 രൂപയാണ്. ആനനെ കാണാൻ ഗുരുവായൂർ പോയിരുന്നു അല്ലേ? ഏതട്ടാ ഏതട്ടാ? അതെ ബോട്ട്. നമ്മളങ്ങനെ ആനേന്റെ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ തിരക്കായോണ്ട് കയറാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇനിയിപ്പം നമ്മ രാത്രി സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് റൂം നോക്കാൻ പോവേന്ന്. നമ്മളങ്ങനെ കുശാൽ നഗറിൽ റൂം എടുത്തു. ഉടുപ്പി പ്യുവർ വെജ് റെസ്റ്റോറൻറ്റിൻ്റെ മുകളിൽ ആണ്. അവിടുത്തെ കോണ്ടാക്ട് നമ്പർ. 2 റൂം എടുത്തു. റൂമിന് 1000 രൂപയാണ് വരുന്നത്. ഡബിൾ റൂം. തരക്കേടില്ലാത്ത നല്ല റൂമാണ്. വൈഫൈയിലുണ്ട്. ഇതിപ്പോ സമയം രാത്രി ഒരു 7-8 മണിയെല്ലായി. ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ ടൂറിസ്റ്റ് പ്ലേസ് ഇപ്പൊ ക്ലോസ് ചെയ്തു. അതുകൊണ്ട് നമ്മ നിസർഗതമയില് അതും ക്ലോസ് ചെയ്തു. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ട് വന്നെയാണ്. അപ്പൊ ഇവിടെ ഷോപ്പിങ്ങിനാണ് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. നാളെ രാവിലെ 9 മണിക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. നമ്മളെല്ലാവരും റൂമിലേക്ക് കുളിച്ച് ഫ്രഷ് ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ പിന്നെ ഫ്രീ ആയില്ല. നിങ്ങളായിട്ട് ഫുള്ള് ഫ്രീ ആയിട്ട് വന്നിട്ടില്ല. ട്രൗസറെല്ലാം ഇട്ടിച്ച് പർച്ചേസിന്റെ അടുത്ത് ഇതിനകത്ത് തന്നെയുള്ള ഫുഡ് കോർട്ടിൽ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട്. ഏതും തണുപ്പിന് സ്വെറ്ററിലിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങളായിട്ട് മസാല പൂരി ഓർഡർ ചെയ്തിട്ട് അത് കഴിക്കുന്നുണ്ട്. ടേസ്റ്റ് ഉണ്ടാ? നല്ല വേസ്റ്റ് എക്സ്പ്രഷൻ ആയിരുന്നു. ആ നാട്ടത്തിൽ കിട്ടില്ലല്ലോ. ഞാൻ കോളിഫ്ലവർ ബജിക്ക വറുത്തിൽ കിട്ടണത്ര മാത്രമേ കഴിച്ചിട്ട് എക്സ്പ്രഷൻ ഇട്ട്. അതൊക്കെ സൂപ്പറല്ലോ. ഓക്കെ വിശക്കുന്നോണ്ട് എടുത്തു. ഓക്കെ കോളിഫ്ലവർ ബജി കിട്ടിയിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. നമ്മളങ്ങനെ നിസർഗതമേത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിലേക്ക് പോകാനായി. നല്ല ലേറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ സമയം 10 മണിയാവാനായി. കേതുവെല്ലാം ഉറങ്ങി തളർന്ന് കരച്ചിലും ബഹളെല്ലാം ആവുണ്ട്. നമ്മൾ പോലായി. നാളെ രാവിലെ ഇവിടെ 9 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യല്. അതുകൊണ്ട് 9 മണിയാകുമ്പോൾ നമ്മൾ വീണ്ടും ഇവിടത്തേക്കേണ്ടി വരും. ബാക്കി ഷോപ്പിംഗ് അധികം. ഇങ്ങനെ വഴിയിലൊരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ ഒരു ഫിഷ് കറി റൈസ് പറഞ്ഞൊരു ഷോപ്പാണ്. കയറി നോക്കാം. ഇത് കിട്ടി ബട്ടർ നാനോ, ചിക്കൻ മസാല, ഫ്രൈഡ് റൈസ്. നമ്മളങ്ങനെ ഫുഡും കഴിച്ച് റൂമിലെത്തി. നമ്മ രാവിലെ എണീച്ചു. ഇപ്പം 7 മണിയായി. 7 മണിക്ക് ഫുള്ള് മൂടൽ മഞ്ഞ്. നല്ല തണുപ്പുണ്ട്. അങ്ങനെയായിട്ട് രാവിലെ സിംഗിൾ നടത്തത്തിന് പോയിട്ട് വരുന്നു. അങ്ങനെ രാവിലെ എണീച്ച് കുളിച്ച് ഫ്രഷായി. പഴ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയത്. നീലോട്ട് രാത്രി കഴിക്കുന്നുണ്ട്. രാവിലെ നമ്മൾ നിന്ന റൂമിൻ്റെ താഴെ തന്നെയാണ് ഇവരെ ഉടുപ്പിയിലെ വെജ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ആദ്യം എല്ലാം ഒരു നെയ് റോസ്റ്റ് കഴിക്കുന്നു. നമ്മൾ ഇഡ്ഡലിയും സാധാ ദോശയും കഴിച്ചു. കേതുട്ടൻ ദോശ തിന്നു. ഇന്ന് രാവിലെ നമ്മൾ നിസർഗതമിൽ പോയിരുന്നു.
ഇന്നലെ രാത്രി പോയതാണ്. ഇന്ന് എൻട്രിയിൽ കയറണം. അങ്ങനെ 9 മണിക്ക് പോകുന്ന ഇപ്പൊ സമയം 9:45. നിസർഗതമ്മയിലേക്ക് പോലായി എല്ലാരും. നിസർഗതമ്മയിൽ എത്തിയിരിക്കുകയാണ്. പാർക്കിങ്ങിന് 50 രൂപ ഫീസാണ്. ഇനി ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകണം. ടിക്കറ്റ് കൗണ്ടർ അറിയില്ല. ടിക്കറ്റ് കൗണ്ടർ നോക്കാം, ഞാൻ വന്നിട്ടുണ്ട്, നോക്കാം. രാവിലെ ഇവിടെ തുറക്കുമ്പോ തന്നെ സ്കൂൾ പിള്ളേരെല്ലാം വന്നിട്ടുണ്ട്. സീസൺ ആയതുകൊണ്ട് കൊറേ സ്കൂൾ പിള്ളേരെ കണ്ടിട്ടുണ്ട്. ഇവിടെ ഷോപ്സ് എല്ലാം തുറക്കുന്ന അത്ര ഒരു 10 മണിയെല്ലാം കഴിയുമായിരിക്കും. രാത്രി ഇതെല്ലാം തുറന്നിട്ടുണ്ടായിന്. ഇവിടെ ഇപ്പം തുറക്കുന്ന അത്ര. ഇതാണ് എൻട്രൻസ്. രാവിലെ ആയതുകൊണ്ട് ഇപ്പം ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൽ വലിയ തിരക്കൊന്നുമില്ല. ടിക്കറ്റ് വെച്ചാൽ അഡൾട്ടിനാണെങ്കിൽ 60 രൂപീസും അല്ല ഒരു 10 വയസ്സിൽ ചെറിയ പിള്ളേരാണെങ്കിൽ 30 രൂപയാണ് ടിക്കറ്റ് പറയുന്നത്. പാർക്കിങ്ങിന് 20, 30, 100 അങ്ങനെയാന്ന് പറയുന്നത്. കാവേരി നദിയല്ലേ, നമ്മ അതിൻ്റെ ഉള്ളിൽ കയറി തൂക്കുപാലത്തിന്റെ മുകളിൽ കൂടെ നടക്കുന്നേ. ഇത് ഇറങ്ങുന്നുണ്ടോ? സിന്ധുന് പേടിയായി ഇതിന്റെ മുകളിൽ കിടക്കുമ്പോ കുഞ്ഞിനെ കൈമാറ്റം ചെയ്തു. ഏതാണ് അടുക്കുന്ന ലക്ഷണമല്ല എനിക്ക് നിന്റെ അച്ഛനാണ് അച്ഛൻ. എന്താ നീനുള്ള അമ്പല നല്ല തണുപ്പുണ്ടല്ലേടാ. എന്തെല്ലോ സ്റ്റാച്യൂസ് ഉണ്ട്. ആടിൽ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന തോന്നുന്നല്ലേ. ഇതേടെ കണ്ട കൂണ്ട. ഓ ഇതൊരു കൊടവ ഫീമെയിൽ ട്രഡീഷണൽ ഡാൻസിന്റെ നല്ല രസമുണ്ടല്ലേ. ഒറിജിനാലിറ്റി നുണക്കുഴി ഇടാ നിങ്ങൾക്ക്. ഏറുമാടത്ത് കയറിയെന്ന്. ആ ആ ബാഗ് കൊടുക്ക്. നമ്മ അങ്ങനെ എല്ലാരും ഏറുമാടത്തിന്റെ മുകളിൽ കയറിയിട്ടാണില്ലേ. അമ്പലം പേടിച്ച് ഞാൻ കയറിനി പേടിക്കാണ്ട്. ഇതാണ് ഏറുമാടത്തിന്റെ മുകളിലെ വ്യൂ. ഏറുമാടത്തിന് ഇറങ്ങി നടക്കുന്നു. ഇവിടെ മാനുണ്ട്. മാൻ എന്ത് രസോ. അമ്മ തൊടാൻ നിക്കണ്ട. അമ്മ അമ്പല്ല മോനെ മാനാണ്. അയാള് 3 സ്ഥലത്തില് ചെറിയ സ്ഥലത്ത് കാടുണ്ടാക്കാൻ പറ്റും. എന്താ കാട് അടുപ്പിച്ചടുപ്പിച്ചടുപ്പിച്ച് വലിയ കുഴി എടുക്കും ആദ്യം. ഇത് ഫുള്ള് വളം ചെയ്യും. ഇത് ചെടി വെക്കും. ഇത് മൂടും. നമ്മളങ്ങനെ പുഴയിലേക്ക് എത്തി. കാവേരി റിവർ. വാ വെള്ളത്തിന്നില്ലേ.
അങ്ങോട്ട് പോലെ അവിടെ വളർത്തി കേദാറേ അങ്ങനെ നമ്മൾ പുഴയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. നല്ല തണുപ്പ് സ്ഥലം, നല്ല അടിപൊളി സ്ഥലമാണ്. ഏതൊട്ടിനെ ഇറക്കി സിന്ധിലെ കാലുകളും കഴുകലായി. നമ്മളങ്ങനെ റിവറിൽ നിന്ന് കയറി കേതു കരഞ്ഞു കുഴപ്പാക്കി. സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? രാവിലെ തൊട്ട് നല്ല സ്ഥലം, വെയിലൊന്നുമില്ല, നല്ല തണുപ്പും ഉണ്ട്, ഇഷ്ടം പോലെ സ്ഥലവും എന്ത് രസല്ലേ. മനുഷ്യന്മാരെ പോലെ ഉണ്ടല്ലേ? കൂട്ടി ഉണ്ടാക്കുന്നത്, മറ്റേ ഉണ്ടാക്കുന്നത്, അമ്മ ഉണ്ടാക്കുന്നത് എല്ലാം ഉണ്ട്. കേതിനൊന്നും മനസ്സിലാവില്ലേ, നോക്കുന്നുണ്ട്. കോഴിയിൽ നോക്കിയതാ. നമ്മളങ്ങനെ നിസർഗതമേന്ന് പുറത്തിറങ്ങാൻ പോലെ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലവും കണ്ടു, ഫോട്ടോസ് എടുത്തു. ഇനി കുറച്ച് ഷോപ്പിംഗ് കൂടി പുറത്ത് ബാക്കിയുണ്ട്. ഷോപ്പിംഗ് എല്ലാം ഉണ്ട്. ഇനി പുറത്തല്ലേ നമ്മ വന്നതിനെക്കാട്ടിയും തിരക്ക് കൂടി. ഇപ്പം ആൾക്കാരെല്ലാം വരാൻ തുടങ്ങി. വെക്കേഷൻ ആയതുകൊണ്ട് നല്ല ആൾക്കാരുണ്ട്. ആ ഞായറാഴ്ചയും കൂടിയാണല്ലേ. ഇനി അടുത്ത സ്ഥലം ഏതെങ്കിലേട്ടാ? രാജാ സിറ്റി ഗാർഡനിലാണ് ഇനി അടുത്തത് നമ്മൾ പോകുന്നത്. നമ്മളങ്ങനെ നിസർഗതമെന്ന് ഇറങ്ങി രാജാ സീറ്റിലേക്ക് മടിക്കേരി പോലായി. ഒരു 22 കിലോമീറ്റർ അവിടെ നിന്ന്, 3/4 മണിക്കൂറിന്റെ ദൂരം. മികിൽ, സിന്ധു, അച്ഛൻ കേതുറങ്ങി. സുണ്ടിക്കോപ്പയാ നല്ലൊരു ടൗൺ ആണ്. അത്യാവശ്യം നല്ല തിരക്കെല്ലാം ഉണ്ട്. ഇവിടുത്തെ വലിയ ടൗൺ പറഞ്ഞാൽ ഇത്രേ ഇല്ലു. ചിക്കനും പന്നി അടുത്ത സ്പെഷ്യൽ. ഫുള്ള് ചിക്കൻ തൂക്കിയിട്ടുണ്ട്. അതിന് ശേഷം തോല് വിളിച്ചിട്ട് പണിയില്ലല്ലോ. നമ്മളങ്ങനെ രാജാ സീറ്റിലെത്തി. അവിടത്തേക്ക് നടക്കാൻ പാർക്ക് ചെയ്തിട്ട് രാജാ സീറ്റിലേക്ക് നമ്മൾ നടക്കുന്നത്. അങ്ങനെ നമ്മള് രാജാ സീറ്റ് ഗാർഡൻ എത്തിയിട്ട് വൈകുന്നേരമാണ് വരേണ്ടത്. സൺസെറ്റെല്ലാം കാണാൻ ഇപ്പൊ നല്ല വെയിലുണ്ട്. ഇവിടെ വൈകുന്നേരം വരാൻ ശ്രദ്ധിക്കുക. എല്ലാവരും വരുമ്പോ 20 രൂപയാണ് എൻട്രൻസ് ഫീസ്. രാവിലെ വരാണ്ടിരിക്കുക. നല്ല വെയിലും നല്ല വെയിലുണ്ട്. നടന്ന് കാണാനും നമുക്ക് ആവൂല. ഇവിടുന്ന് മറ്റേ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി ഇപ്പൊ വ്യൂ പോയിന്റ് ആണ്. ഇവിടെ നല്ല രസമുണ്ട്, നല്ല തണുപ്പുണ്ട്, നല്ല തണുത്ത കാറ്റ്. നേരത്തെ ആടെ നല്ല പുള്ളഞ്ഞു പോയിട്ടുണ്ട്. നല്ല കാറ്റ്, നല്ല തണുത്ത കാറ്റ്. ഏത് കൊടുത്തു? ഇവിടെ ഇരിക്കാൻ നല്ല സുഖം. ഇവിടെ സിപ്പ് ലൈനും ഉണ്ട്. നമ്മളെ പിന്നെ ആർക്കും ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ആരും പോകുന്നില്ല. അതൊക്കെ ധൈര്യമുണ്ട്, പക്ഷെ കുഞ്ഞിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് അവള് പോകുന്നില്ല. അമ്മ കാണുമ്പോൾ ക്ഷീണായി. ഇവിടെ ഇരിക്കാൻ നല്ല സുഖമുണ്ട്, നല്ല തണുത്ത കാറ്റും നല്ല. നമ്മൾ രാജാ സീറ്റ് ഗാർഡനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്.
നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് തന്നെ ഏതൊട്ടായിട്ട് ഭക്ഷണം കൊടുക്കുകയാണ്. രാജാ സിറ്റി ഗാർഡനിൽ വരാൻ പറ്റിയ സമയം ശരിക്കും ഉച്ചയ്ക്ക് ശേഷം ഒരു വൈകുന്നേരം ഒന്ന് സൂര്യാസ്തമയം കണ്ട് പോകണം. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് തന്നെ നല്ല ഇങ്ങനെ ചാടി നടക്കുകയാണ്. അടുത്ത തലക്കാവേരി പോകേണ്ടതുണ്ട്. ഇതിൻ്റെ ഡ്രസ്സെല്ലാം മാറ്റി ഫുള്ള് താഴെ നിന്ന് പേരങ്ങി കളിച്ച് കയ്യെല്ലാം കഴുകി കൊടുക്കുകയാണ്. ഇനി വേറെ കുപ്പായിലിടല്ലോ കേതു. വെള്ളം കിട്ടിയാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട. ചിരിച്ചേ തരില്ല. അങ്ങനെ നമ്മൾ രാജാ സിറ്റി ഗാർഡനിൽ ഇറങ്ങിയാണ്. ഇനി ഇടയ്ക്ക് ഭക്ഷണം കഴിക്കണം. തലക്കാവേരി എന്ന് അപ്പുറത്തേക്കൂടാ ഇതുവഴി പാണത്തൂർ വഴി പോവാം. നമ്മൾ തിരിച്ചു പോകുന്നത് നമ്മൾ കാഞ്ഞങ്ങാട് ആ വഴി പോകാൻ വേണ്ടിയിട്ടാണ്. പാണത്തൂർ ആ വഴി പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ തലക്കാവേരി. അത് കഴിഞ്ഞാൽ ട്രിപ്പ് കഴിഞ്ഞു. നമ്മളങ്ങനെ തലക്കാവേരി എത്താൻ പോയെന്ന് ചുരം കയറി ഇങ്ങനെ മുകളിലേക്ക് പോയെന്ന്. നല്ല വ്യൂ ഉണ്ട്. വരുന്ന വഴിക്കല്ല റോഡ് മോശമായിരുന്നു. അറിയപ്പെടുന്നേ അപ്പുറം നല്ല പാറക്കെട്ടുകളും മലനിരകളും. ഇങ്ങോട്ട് എടുക്കണം. അങ്ങനെ നമ്മൾ തലക്കാവേരി ടെമ്പിളിൽ എത്തിയിരിക്കുന്നു. ഇവിടെ പാർക്കിംഗ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് താഴെ നിന്ന് ഒരു 10 കിലോമീറ്റർ ഇങ്ങോട്ട് വരണം തന്നെ ഇവിടെ 50 രൂപ വണ്ടിക്ക് കൊടുക്കണം. അതൊക്കെ കൊടുത്ത് ഇവിടെ വന്നു. നല്ല തണുത്ത കാറ്റുണ്ട്, നല്ല വെയിലുണ്ട്. നമുക്ക് ഉള്ളിൽ ഗ്ലാസ്സിലോട്ടൊന്നും തന്നില്ല. ഭക്തി. അങ്ങനെ നമ്മൾ തലക്കാവേരി ടെമ്പിളിൻ്റെ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് തലക്കാവേരി ക്ഷേത്രം. ക്ഷേത്രത്തിനകം വശമായത്. ഇതാണ് കാവേരി ഉത്ഭവിക്കുന്ന സ്ഥലം. ഇവിടെ ഹോളി വാട്ടർ അവിടെയുണ്ട്. അവിടെ ഒരു പൂജ നടക്കുന്നുണ്ട്. അതിന് ആൾക്കാർക്ക് പ്രസാദമെല്ലാം കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ അങ്ങോട്ട് പോയി. ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിക്കുന്ന വെള്ളം അങ്ങനെ അതിലേക്കൂടെ പുറത്തേക്ക് പോയി അത് കാവേരി നദിയായിട്ട് പുറത്തേക്ക് പോകുന്നു. അതിലെല്ലാം ആൾക്കാർ നാണയങ്ങൾ ഇടുന്നുണ്ട്. നാണയം ഇടരുതെന്നാണ് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും ആൾക്കാർ ഇടുന്നുണ്ട്. ആൾക്കാർ കുപ്പിയിൽ വെള്ളം എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിനപ്പുറത്തൊരു ഇറങ്ങേണ്ട സ്ഥലമുണ്ട്. അവിടെ നിന്ന് അടുത്ത വെള്ളം നമുക്ക് പ്രസാദമായിട്ട് ഇങ്ങനെ തരുന്നുണ്ട്. അപ്പോൾ നല്ല തണുപ്പുണ്ട് വെള്ളത്തിന്. ഇതെല്ലാം ബ്രഹ്മഗിരി ഹിൽസിലേക്കുള്ള വഴിയുണ്ട്. അവിടെ ക്ലോസ്ഡ് ആണ്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങലായി. അങ്ങനെ നമ്മളെ 2 ദിവസത്തെ കൂർഗ് യാത്ര ഏകദേശം കഴിയലായി. ഇന്നലെ വന്നത് ഗോൾഡൻ ടെമ്പിൾ കണ്ടു, ദുബാരെ എലിഫൻറ്റ് പാർക്ക് കണ്ടു, നിസർഗധാമ കണ്ടു. അതിനുശേഷം ഇപ്പോൾ തലക്കാവേരിയിൽ വന്നു. ഇനി ഇവിടുന്ന് പാണത്തൂർ വഴി ആ റൂട്ടാണ് നമ്മൾ പോകാൻ വിചാരിക്കുന്നത്. ഗൂഗിൾ മാപ്പ് നോക്കി പോകാതിരിക്കുന്നു. അങ്ങനെ 2 ദിവസത്തെ നമ്മുടെ കൂർഗ് യാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ്. വീട്ടിലെത്തുന്നതിലുള്ള വീഡിയോ ബാക്കി ഉണ്ടാവും. ഇവിടെ നല്ല തണുത്ത കാറ്റുണ്ട്. തലക്കാവേരി ഏറ്റവും മനോഹരമായൊരു കാഴ്ചയാണ്.
ഏറ്റവും മനോഹരമായ ഒരു ആകാശ കാഴ്ചയാണിത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 3 മണി, ഉച്ചയ്ക്ക് 3 മണി ആയിട്ടുണ്ട്. നമ്മങ്ങനെ ഇവിടെ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിച്ച് കയറിയിട്ടുണ്ട്. വെജ് ഹോട്ടലാണ്. ഇവിടെ വെജ് ഹോട്ടൽ കാണുന്നില്ല. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു. 4 മണിക്കാണ് ഇപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുന്നത്. ഇവിടുന്നാണ് കഴിച്ചത്. ഒരു വകക്ക് കൊള്ളാത്ത ഫുഡായിരുന്നു. പിന്നെ 2 ഫ്രൈഡ് റൈസ് പറഞ്ഞുകൊണ്ട് സോസും കൂട്ടിത്ത് കഴിച്ചു. സോസിൻ്റെ ടേസ്റ്റ് കിട്ടിയുകൊണ്ട് ഭാഗ്യം. 2 താലി മീൽസ് പറഞ്ഞ് അതൊരു വകക്കൊള്ളൂല. നമ്മളിനി അടുത്ത ഭക്ഷണം കേരള അതിർത്തി വെച്ച് കഴിക്കാം. ഇപ്പം കാസർഗോഡ് നിന്ന് പയ്യന്നൂർ ആ ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് ഈ റൂട്ടാണ് ശരിക്കും എളുപ്പം എന്ന് എനിക്ക് തോന്നുന്നത്. പാണത്തൂർ വന്നിട്ട് പാണത്തൂരിൽ നിന്ന് 30 കിലോമീറ്റർ ഇവിടത്തേക്ക് നമ്മുടെ തലക്കാവേരിക്ക് ഈ വഴി വന്നാൽ രാവിലെ വരെ അവിടുന്ന് വന്നിട്ട് തലക്കാവേരി പോയി, തലക്കാവേരിയിൽ നിന്ന് മടിക്കേരി പോയി അവിടുന്ന് സ്ഥലങ്ങളെല്ലാം കണ്ട് കുശാൽ നഗറെല്ലാം കണ്ട് അങ്ങനെ പോകുന്നതെന്ന് തോന്നുന്നു എളുപ്പം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടുന്ന് ഇപ്പോൾ നോക്കുമ്പോൾ മാപ്പ് നോക്കുമ്പോൾ ഇവിടുന്ന് ഇപ്പോൾ 30 കിലോമീറ്ററേ ഉള്ളൂ. നമ്മുടെ തലക്കാവേരിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ഇറങ്ങി നോക്കുമ്പോൾ ലെഫ്റ്റിലേക്ക് 30 കിലോമീറ്റർ പാണത്തൂരേക്ക്. ആ റോഡ് മോശമില്ലാത്ത റോഡ് തന്നെ. ഈ വഴിയാണെന്ന് തോന്നുന്നു നല്ലത്. നമ്മളപ്പുറത്തേന്ന് വന്നത് ഏതായാലും എല്ലാ വഴിയും നോക്കാമല്ലോ. അതെ വെടിയൊക്കെ ഇത് തലക്കാവേരി വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയും. ആണച്ചെരുവിലെ വഴിയാണ്. ഇത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ പെടുന്ന ഒരു സ്ഥലമാണ്. എലിഫന്റ് ക്രോസിംഗ് എഴുതി വെച്ചിട്ടുണ്ട്. പേടിയാവുന്നുണ്ട്. പേടിയാവുന്നില്ല, ഇടയ്ക്ക് പേടിയാവുന്നുണ്ട്. കേത് പേടിച്ചിട്ട് ഇറങ്ങി. നല്ല കാഴ്ചകള്. വണ്ടി കുറവാണ്. വണ്ടി കുറവല്ല, വണ്ടിയേ ഇല്ല. നമ്മളെ കണക്കാക്കിയിട്ട് ബാക്കിൽ 2 KL വണ്ടി, KL 14 വണ്ടി വരുന്നുണ്ട്. അവർ രണ്ടാളും സൈഡ് നിർത്തി സംശയിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ വരുന്ന ധൈര്യത്തിൽ KL 59 കണ്ടിട്ട് അവരും വരുന്നുണ്ട്. എവിടെ എത്തുന്നതെന്ന് അറിയില്ല. ഈ 2 മണിക്കൂർ 42 മിനിറ്റ് വരെ 37 കിലോമീറ്റർ കഴിഞ്ഞിട്ട് അപ്പം 30 കിലോമീറ്റർ മറ്റേ ഇതില്ലേ 2 മണിക്കൂർ 47 മിനിറ്റ്. ഓക്കെ 23 കിലോമീറ്റർ മറ്റേ പണത്തിലേക്ക് കാണിക്കുന്നത്. ടോട്ടലാണ് ബാക്കി വെള്ളം കയറ്റി. മറ്റേ കണ്ട ഉത്ഭവത്തിന്റെ ബാക്കി വെള്ളം. ഇതിലൂടെ ആ വെള്ളം ഒഴുകുന്നത് കേട്ടാ. പിന്നെ മഴക്കാലത്തല്ലേ ഇവിടെ വെള്ളക്കെട്ടൊക്കെ ഇരിക്കുന്നവരാ. പുഴയാവണ്ടേ. പിന്നെ നമ്മ മറ്റേ ചുരം കയറിയതും റോഡ് മോശം ഉണ്ടായിരുന്നല്ലേ. ശനിക്കാട്ടി രസമുണ്ട്. മറ്റേ ബോറടിക്കണ്ടി. മറ്റേ അത്ര ഇതില്ല. നല്ല റോഡാകുമ്പോൾ നല്ല റോഡ് തന്നെ. വന്നത് അതിലെ കൂടെ ആയോണ്ട് ബോറടിക്കണ്ടി. അങ്ങനെ നമ്മള് പാണത്തൂരെത്തിയിരിക്കുന്നു. ഇവിടെ എന്ത് ഏത് അമ്പലം? പാണത്തൂരെത്തുമ്പോൾ കണ്ടോ റോഡ് മാറി. എല്ലാവരും കേരളത്തിനെ കുറ്റം പറയുന്നില്ലേ. ഇപ്പൊ നോക്കിയാൽ കേരളത്തിൽ എത്തുമ്പോൾ നല്ല റോഡുകൾ വരുന്നു. നല്ല ഉത്സവമായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ 2 ദിവസത്തെ യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ശനിയാഴ്ച രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഇപ്പം ഞായറാഴ്ച രാത്രി 8 മണിക്ക് വീട്ടിലേക്ക് എത്തി. ഈ കൂളിംഗ് ഗ്ലാസ് ഇട്ട് പറഞ്ഞാൽ കണ്ണ് കറക്റ്റ് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൂളിംഗ് ഗ്ലാസ് ഇട്ട് സംസാരിക്കുന്നത്. പിന്നെ ഇപ്പം കൂർഗ യാത്രയുടെ ചിലവ് പറയുകയാണെങ്കിൽ 3000 രൂപ എണ്ണ അടിച്ചു. റൂമിന് 2000 രൂപ. പിന്നെ ഭക്ഷണത്തിനൊരു 3000 രൂപ ആയിട്ടുണ്ടാവും. അങ്ങനെ 8000. പിന്നെ പാർക്കിങ് പർച്ചേസൊക്കെ കൂടിയിട്ട് ഒരു 10,000-നുള്ളിൽ 5 ആൾ ഏതൊട്ടടക്കം 6 ആൾ സുഖമായിട്ട് പോയിട്ട് വന്നു കാറിൽ. അപ്പം ഇനി ഉടനെ അടുത്ത വീഡിയോ ഉണ്ടാവും. അടുത്ത വീഡിയോ വരും വരെ എല്ലാവർക്കും ബൈ ബൈ.